നമസ്കാരം. കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഉത്തരവാദിയായി ജയിലിൽ കിടന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ തെറ്റുകാരി തന്നെയാണെന്നാണ് നമ്മുടെ കേരളത്തിൻ്റെ സർവൈശ്വര്യമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മൊഴിഞ്ഞത്. അപ്പോൾ MP ജയരാജൻ്റെ പ്രവൃത്തിയും ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പിണറായി വിജയൻ EP ജയരാജൻ്റെ പ്രവൃത്തിയും ശരിയല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജൻ പറഞ്ഞ കാര്യം, ഈ പ്രശാന്തൻ കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ആ കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നതിന് നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറായെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ്. അതായത് ഇപ്പോൾ ആ കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ കെട്ടടങ്ങി വന്നതിന് ശേഷം വീണ്ടും അതിനെടുത്ത് ഉയർത്തിക്കൊണ്ടുവന്ന് പാർട്ടിയിൽ ഈ PP ദിവ്യ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിരപരാധികളാണെന്നും ഈ മരിച്ചുപോയ ADM കുറ്റക്കാരനാണെന്നുമുള്ള ഒരു അങ്ങനെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പമാണ് ഈ പിണറായി വിജയൻ ഇത്രയും നേരം മൊഴിയുണ്ടായിരുന്നു. ഈ സംഭവം നടത്തിന് 3 മാസം കൊണ്ടായില്ലേ? അല്ല, ഇതിപ്പോൾ അവരുടെ പാർട്ടി സമ്മേളനം കോഴിക്കോട് ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്ത് പ്രതിനിധികൾ ഇങ്ങനെ എന്തിനാണ് ഒരു സഖാവിനെ, ഒരു നല്ല വനിതാ സഖാവിനെ കൊലയ്ക്ക് കൊടുത്തത്, മാധ്യമങ്ങൾ കുറേ വാർത്തകളിട്ട് നിറച്ചപ്പോൾ CPM നേതാക്കന്മാരെല്ലാം വീണുപോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകൊണ്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹം മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, ഇത് ദിവ്യയ്ക്ക് തെറ്റുപറ്റി, ദിവ്യ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തിരിക്കുന്നത്, പറയേണ്ടിടത്താണ് പറയേണ്ടിയിരുന്നത്, വിളിക്കാത്തടത്ത് ചെന്ന് കയറി പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞു, അതുകൊണ്ട് ദിവ്യക്കെതിരായി പാർട്ടി എടുത്ത നടപടികളെല്ലാം ശരി തന്നെയാണ്, അത് മാധ്യമങ്ങൾ പറഞ്ഞത് കൊണ്ടല്ല, മാധ്യമങ്ങൾ ആ വാർത്ത ചെയ്തതിൽ എന്താണ് കുഴപ്പം എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. മാത്രമല്ല EP ജയരാജൻ്റെ വിഷയവും അന്ന് ഈ തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് തീയതിയിൽ പിന്നെ ജാവദേക്കർ അല്ലേ, പ്രകാശ് ജാവദേക്കറെ കണ്ടത് തെറ്റായിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതുവരെയും മൊഴിയാത്ത മുഖ്യമന്ത്രി മൊഴിഞ്ഞു എന്നുള്ളൊരു സത്യം തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെയാണ്. അപ്പോൾ എല്ലാം എപ്പോഴും ചാടിക്കയറി വിളിച്ചു പറയുന്ന ആളല്ല. ഗോവിന്ദനെ പോലെയോ അതല്ലെങ്കിൽ MP ജയരാജനെ പോലെയോ പിന്നെ വിജയരാഘവനെ പോലെയോ ഒന്നും പോലെയൊക്കെ വിളിച്ചു പറയുന്ന ആളല്ല മുഖ്യമന്ത്രി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള ഒരു നിലയ്ക്ക് അദ്ദേഹത്തിന് അന്ന് പറയാമായിരുന്നു ഇത് കാണിച്ചത് തെറ്റാണ് എന്ന്. അത് അങ്ങനെ ഒരു അവരുടെ പാർട്ടി പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. കൃത്യമായ അതുകൊണ്ട് കാര്യമായില്ലല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കാരണം അഴുകിപ്പുഴുത്തി നാറ് നിൽക്കുകയാണ് കേരളത്തിലെ സർക്കാർ. അതുപോലെ തന്നെയാണ് പിണറായി വിജയന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ മുമ്പ് എങ്ങുമില്ലാത്ത വിധം പാർട്ടി അണികൾക്കിടയിൽ തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഈ PP ദിവ്യയെ പരസ്യമായി തള്ളിപ്പറയാൻ, കാരണം അവർ തെറ്റുകാരിയാണ്, തള്ളിപ്പറയാനുള്ള ഒരു മനസ്ഥിതി അദ്ദേഹം വന്ന് കാണിച്ചിരുന്നുവെങ്കിൽ കുറച്ചൊരു മാറ്റം വന്നെ. ഇപ്പോൾ അവരുടെ പാർട്ടി സമ്മേളനത്തിൽ അത് ആൾക്കാർ സമ്മതിക്കുകയും അത് വാർത്തയും ചെയ്തിട്ട് എന്ത് കാര്യം? അത് ശരിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പാർട്ടി സമ്മേളനത്തിൽ പറയുമ്പോഴും അദ്ദേഹം പുറത്തത് പറയാൻ തയ്യാറല്ല. പാർട്ടി സഹാക്കൾ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും സന്ദർഭവശാൽ പറഞ്ഞതാണ്. അത് റിപ്പോർട്ടർമാർ അവിടെ നിന്ന് ചില ചോർത്തലിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന വാർത്തയാണ്. പാർട്ടി സമ്മേളനത്തിലെ വാർത്തകളൊക്കെ നമുക്ക് കിട്ടുന്നത് പലപ്പോഴും പല ചോർത്തലും പല താല്പര്യങ്ങളുള്ളവരെ കൊണ്ടും അവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരെന്നൊക്കെ ഒപ്പിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇദ്ദേഹം പുറത്തത് പറയില്ല. മാത്രമല്ല, ഈ PP ദിവ്യ കുഴപ്പക്കാരിയാണ് അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന പിന്നെ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് CBI അന്വേഷണം വേണ്ട എന്ന് പറയുന്നത്. CBI അന്വേഷണത്തിനെതിരായിട്ട് ഈ നവീൻ ബാബുവിന്റെ ഭാര്യ കൊടുത്ത അപേക്ഷയ്ക്ക് എതിരായിട്ട് അത് വേണ്ട, ഞങ്ങളുടെ പോലീസ് ആണ് ഗംഭീരമായിട്ട് നടത്തുന്നത്, അന്വേഷണം നടത്തുന്നത്, അതുകൊണ്ട് ഇനി CBI വേണ്ടെന്ന് കോടതിയിൽ വാദിക്കുന്നതും ഇതേ ഗവൺമെന്റിന്റെ വക്കീലന്മാരാണ്. ഈ ഗവൺമെന്റിന്റെ ഒരു ഇരട്ടത്തപ്പം നമ്മൾ കാണും. പിണറായിയുടെ വാക്കിന് എന്ത് വിലയാണുള്ളത്? അപ്പോൾ അതാണ് അവിടെയാണ് പ്രശ്നം. കാരണം ഒരു ഭാഗത്ത് PP ദിവ്യ കുറ്റക്കാരിയാണെന്ന് പറയുന്നു, മറുഭാഗത്ത് ഭർത്താവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന് പറയുന്ന ഭാര്യയുടെ ആവശ്യത്തെ തള്ളിക്കളയുകയും ചെയ്യുകയാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ഗവൺമെന്റ് എല്ലാ രീതികളും എപ്പോഴും നമ്മൾ ഈ ഗവൺമെന്റ് നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ ഗവൺമെന്റ് കാണിക്കുന്ന ഒരു നിലപാടില്ലായ്മ, ഒരു ഇരട്ടത്താപ്പ്. നിലപാട് മാത്രമല്ല, മാനമില്ല, മര്യാദയില്ല, നാണമില്ല, നാണക്കേടില്ല, നിലപാടില്ല, ധാർമ്മികതയില്ല, ഒരു സംഗതിയും ഇല്ലാത്ത ഇതാണ്. കമിഴ്ന്ന് വീണ കാൽപ്പണം.
ആ രീതിയിലാണ് നമ്മുടെ ഈ സർക്കാരിൻ്റെ പോക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് അത്ഭുതപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. എന്തായാലും ദിവ്യയുടെ ഈ വിഷയം നമുക്ക് ദിവ്യയിൽ നിർത്തണ്ട. കാരണം ഒരു വിധവയുണ്ട് മഞ്ജുഷയും കുടുംബവും അനുഭവിക്കുന്ന വിഷമങ്ങൾ ആണ് ഏറ്റവും പ്രധാനം. ഈ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, സഹാക്കട മുമ്പിൽ ഒന്ന് പറയും, പുറത്ത് വന്നിട്ട് മറിച്ച് പറയും, നേതാക്കന്മാരും അങ്ങനെയാണ് വന്ന് പറയും. അതൊക്കെ ഈ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അവരുടെ ആവശ്യം ഇത് ദുരൂഹമാണെന്നും ഇത് കൊലപാതകമാണെന്നും ആ കുടുംബം, ആ ഭാര്യയും മക്കളും ബന്ധുക്കളും വിശ്വസിക്കുന്നു. അതിന് അറുതി ഉണ്ടാക്കേണ്ടത് ഈ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഏത് ഗവൺമെൻറ് ആയിരുന്നാലും, ഇപ്പം LDF അല്ല, ഏത് ഗവൺമെൻറ് ഭരിച്ചിരുന്നാലും ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ്റിന് കുറച്ചും കൂടെ ഉത്തരവാദിത്തം അധികമുണ്ട്. കാരണം ഈ കുടുംബം എന്ന് പറയുന്നത് CPM കുടുംബമാണ്. CPM കുടുംബമാണ്. CPMൻ്റെ കൂടെ എപ്പോഴും താല്പര്യമുള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉത്തരവാദിത്വം, ആ ഒരു മര്യാദ, നേരത്തെ പറഞ്ഞുള്ള ആ ഒരു ധാർമ്മികത ഈ ഗവൺമെൻറ് കാണിക്കേണ്ടതാണ്. അത് കാണിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും CBI അന്വേഷണത്തിനെതിരായിട്ട് അവർ രംഗത്ത് വന്നിരിക്കുന്നു. ഇനി ഈ പോലീസിൻ്റെ അന്വേഷണം, ഈ മിക്കവാറും ഇപ്പോൾ നടക്കുന്ന പോലീസിൻ്റെ അന്വേഷണം നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാനാണ്. അതുകൊണ്ടാണ് ജയരാജൻ ഇപ്പോൾ ആ അഭിപ്രായം എടുത്തിട്ട്, അതായത് പ്രശാന്തിൻ്റെ പരാതിയും അന്വേഷിക്കണം, എന്നാൽ പ്രശാന്ത് കാണിച്ചിരിക്കുന്ന നിയമവിരുദ്ധ പ്രതികരിച്ചിട്ടില്ല. അപ്പൊ അതൊന്നും പറയുന്നില്ല. പ്രശാന്തിന്റെ പരാതി അന്വേഷിക്കണമെന്ന് ജയരാജൻ പറയുമ്പോൾ പ്രശാന്തൻ കാണിച്ചിരിക്കുന്ന ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, വ്യാജ കത്തുണ്ടാക്കൽ, ഈ ഒരു വ്യാജ കത്തുണ്ടാക്കൽ എന്ന് പറഞ്ഞാൽ ചെറിയ കുറ്റമൊന്നുമല്ല, ഒരു ചെറിയ കുറ്റമല്ല, വല്ലാത്തൊരു കുറ്റമാണ്. വല്ലാത്ത ക്രിമിനൽ നിയമം അനുസരിച്ച് വല്ലാത്ത കുറ്റമാണ് ഈ വ്യാജ രേഖകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ആ വ്യാജരേഖ ഉണ്ടാക്കുന്ന വ്യാജ കത്ത് അത് മുഖ്യമന്ത്രിക്ക് അയച്ചു എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ അങ്ങനെ ഒരു സാധനം എത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് വ്യക്തമായ ദുരൂഹതകൾ ധാരാളമുണ്ട്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന മറ്റൊന്നുമല്ല, ADM നവീൻ ബാബു അദ്ദേഹം ജീവിതത്തിൽ ഇന്നതുവരെ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല എന്നുള്ള സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അറിയാം. പക്ഷേ ഈ വിഷയത്തിൽ പ്രശാന്തൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ അദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചെന്നും അദ്ദേഹം ഇത് അഴിമതിക്കാരനായിരുന്നു, അദ്ദേഹത്തിൻ്റെ മുഖം മൂടിയായിരുന്നു ഈ അണിഞ്ഞിരുന്നതെന്നും ഒക്കെയുള്ള വാദങ്ങൾ ഇനിയിപ്പോൾ സൈബർ ഇടങ്ങളിൽ വരെ പോലീസിന്റെ അന്വേഷണത്തിലും അത് തന്നെ കുറ്റക്കാരനാണെന്ന് തന്നെ കണ്ടെത്തും, അതിൽ തർക്കമൊന്നുമില്ല. പിന്നെ സഹികെട്ട് ഇത്തരം മാനസിക സമ്മർദ്ദങ്ങളിൽപ്പെട്ട് ഒടുവിൽ ആ കുടുംബം പരാതിയിൽ നിന്ന് പിന്മാറും. ആ അവസ്ഥയിലേക്ക് ആ കുടുംബത്തെ എത്തിക്കും. ആ കുടുംബത്തെ അങ്ങനെ എത്തിയും കുടുംബം ഇതൊന്നും വേണ്ട, എന്തായാലും ഇനി ഞങ്ങൾക്ക് ഒരാൾ നഷ്ടപ്പെട്ടു, ഇനി ഞങ്ങളെ സ്വസ്ഥത ഇവിടെ നഷ്ടപ്പെട്ടു. അവിടെ 2 കുട്ടികളുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞില്ല, ആ കുട്ടികൾക്ക് വിവാഹം നടക്കണം, ആ വീട്ടിലേക്ക് 2 കുടുംബങ്ങളിൽ നിന്നും ആൾക്കാർ വരണം. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്നും വഴക്കും കേസും കുഴപ്പമായിട്ട് നടക്കുന്ന വീട്ടിലേക്ക് എങ്ങനെയാണ് കയറി വരാൻ തോന്നുന്നത്. അതുകൊണ്ട് അത് വേണ്ട എന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ട് സംഭവിക്കണം. അത് തന്നെയാണ് സഹകളുടെ പ്രചരണം അങ്ങനെ ആയിരിക്കും. ആരെങ്കിലും ഒരു വിവാഹാലയമായിട്ട് വരുമ്പോൾ ആരുടെയെങ്കിലും ചോദിക്കേണ്ട കാര്യമല്ല, ആ വീടിനെ കുറിച്ച് എല്ലാവരും ചോദിക്കാൻ പറയും, എൻ്റെ പൊന്നെ അവിടെ എന്നും വഴക്കും കായണം, നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് നിങ്ങളുടെ ചെറുക്കാൻ പറഞ്ഞു എന്ന് പറയുകയും ചെയ്യും നമ്മുടെ നാട്ടിൽ ഇരിക്കുന്ന ആൾക്കാർ. അത് മാത്രമല്ല ഈ മഞ്ജുഷ എന്ന് പറയുന്ന ഭാര്യ ഇനിയിപ്പോൾ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ റിട്ടയർ സർവീസ് അപ്പോൾ ഈ സർവീസിൽ നിന്ന് പിരിയുമ്പോൾ അവർക്ക് കിട്ടേണ്ട പണം പോലും ഇവന്മാർ തടഞ്ഞു വയ്ക്കും. മാത്രമല്ല സർവീസിലും ടോർച്ചറിങ് ഉണ്ടാവും. സർവീസിനകത്ത് സിസ തോമസ് ഉൾപ്പെടെയുള്ള അവരുടെയൊക്കെ സർക്കാരിനോട് ഇടഞ്ഞിരുന്നവരുടെയൊക്കെ ജേക്കബ് തോമസ് നമുക്കറിയാവുന്ന കാര്യമാണ്. അവരുടെ ആനുകൂല്യങ്ങളൊക്കെ മോഷണ കുറ്റമാണ് സിസ തോമസിനെതിരായിട്ട് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇവന്മാര് പക കൊണ്ട് കിടക്കുന്ന ഒരു ഗവൺമെന്റാണ്. പകയെന്നോ ഇത് ഗവൺമെന്റ് ആര് പറയുന്നത്? അല്ല, അതാണ് ഒരു ഗവൺമെന്റ് പാർട്ടി ഒരു പക്ഷേ പക കൊണ്ട് കിടക്കും. ഒരു ഗവൺമെന്റിന് ഒരു പക കൊണ്ട് കിടക്കാൻ പാടില്ല. അത് ഒരു പക്ഷേ അത് ഇപ്പം ആരിഫ് ഖാൻ്റെയോടുള്ള ഒരു വെറുപ്പാണ്. ആ ആരിഫ് ഖാൻ എന്തെങ്കിലും കാണിച്ചു, അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ സംവിധാനം വെച്ച് അന്നത്തെ രീതിയാണെന്ന് മനസ്സിലാക്കാതെ ഒരു ഗവൺമെന്റ് ഭാഗം കൊണ്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെന്റ് ഞാൻ ഒരിക്കലും പറയില്ല. പിണറായി വിലാസം അധോലോകം അങ്ങനെ പറഞ്ഞാൽ മതി. അതാണ് അതിൻ്റെ ഏറ്റവും ശരിയായിട്ടുള്ള ഒരു കാര്യം. കാരണം എവിടെ കമിഴ്ന്ന് വീണാ കാൽപ്പണം, ജനങ്ങളോട് ഇതുപോലെ പക എതിർക്കുന്ന സർക്കാരിൻ്റെയും പാർട്ടി നേതാക്കളുടെയും തെറ്റുകൾ വിമർശിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരനോട് പോലും പക. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനെങ്ങനെ ഒരു ഗവൺമെൻറ് എന്ന് പറയാൻ പറ്റും? ഈ ഗവൺമെൻറ് ഈ ജനങ്ങളുടെ പണമെടുത്തല്ലേ തിന്നെയും മുണ്ണയും പുറകെയും
ഒക്കെ ചെയ്യുന്നത്. എന്തായാലും ഒരു നന്ദിഗ്രാം കേരളത്തിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. അതിനെങ്ങനെ ഒരു കൈകാര്യം ചെയ്യും? അതായത് പാലക്കാടൻ നെൽവയലുകളിൽ മദ്യശാല ഉണ്ടാക്കണമെന്നുള്ളതാണ് വന്നിരുന്നത്. അവിടെ കൽക്കത്തയിലെ ഈ നന്ദിഗ്രാമിൽ നെൽവയലുകളിൽ കാർ ഉൽപാദന കേന്ദ്രം കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. ഇവിടെ കാർ ഉൽപാദന കേന്ദ്രം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കുറച്ചും കൂടെ നമുക്ക് സഹിക്കാം. ഇത് മദ്യശാല വയല് കാർ ഉൽപാദന കേന്ദ്രം നമ്മുടെ ഇത് പറഞ്ഞ ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ നിയമമന്ത്രി പി രാജീവിന്റെ 2-3 വർഷം മുമ്പുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ കഴിയും. ലംബോർഗിനിയുടെ പിന്നെ അതിന്റെ ഓണറെ എവിടെയോ വെച്ച് കണ്ടു. അദ്ദേഹത്തിന്റെ പങ്കാളിയും കൂടെ ഉണ്ടായിരുന്നു. ഏതൊരു സുഹൃത്തിനോടൊപ്പം ഈ കേരളം കാണാൻ വന്നതാണ്. അങ്ങനെയാണ് കാണാൻ വന്നത്. അദ്ദേഹം കേരളത്തിൽ ചിരിപ്പിക്കല്ലേ ഏട്ടാ. അല്ല, അത് കേരളത്തിൽ ലംബോർഗിനിയുടെ പിന്നെ പ്ലാന്റ് ഉടനെ തന്നെ തുടങ്ങാമെന്നുള്ളൊരു വാഗ്ദാനം അദ്ദേഹം തന്നു. അത് തള്ളിനെ ഇവിടെ നമ്മൾ കണ്ട കളിപ്പാട്ടത്തിന് പോലും ഇവിടെ ഒരു കാർ ഉണ്ടാക്കില്ല. തമിഴ്നാട്ടിൽ നിന്നാണ് വരണത്. തള്ളിന് അവർക്ക് അറിയാം ഇത് തള്ളാണെന്ന്. പക്ഷെ എങ്കിൽ പോലും കുറച്ചു കാലങ്ങളിൽ ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തള്ള് ഒന്ന് നിറഞ്ഞു നിൽക്കട്ടെ. അറിഞ്ഞുകൊണ്ട് തള്ളുന്നതാണ് ഇതൊക്കെ. ഇത് അറിഞ്ഞുകൂടാതെ ചെയ്യുന്നതൊന്നുമല്ല. ഇതൊന്നും പെട്ടെന്ന് ഇവിടെ കേരളത്തിൽ വരാൻ സാധ്യതയില്ലെന്ന് അവർക്കറിയാം. അങ്ങ് തള്ളു. BMW ഒരു പ്ലാന്റ് തുടങ്ങാനായിട്ട് അതിന്റെ ആൾക്കാർ കേരളത്തിൽ വന്ന് പ്രാരംഭ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെങ്കോടകം കൊണ്ട് അവിടെ ആളി ചെന്നു. അവന്മാർ ഓടിയ ഓട്ടം നിന്നത് മദ്രാസിലെ മൈലാപ്പൂരിലാണ്. ആ മൈലാപ്പൂരിൽ ഇപ്പോഴും അന്തസ്സായിട്ട് BMW പ്ലാന്റ് ഉണ്ട്. ഇവിടെ കേരളത്തിൽ സ്ഥാപിക്കാൻ തുടങ്ങിയ പ്ലാന്റാണ്. ഈ ചെങ്കോടകം കണ്ട് പേടിച്ചവന്മാർ അങ്ങോട്ട് ഈ പ്ലാന്റ് സ്ഥാപിച്ചത്. എനിക്ക് ഇതൊക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പറയേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്താം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.